ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എമിനൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മൈക്രോ പ്രൊസസ്സർ അഥവാ MP. നമുക്കറിയാം, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എഫിഷ്യൻസിയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ. എന്നാലും ഓരോ ആവശ്യത്തിനും ഓരോ IC ചിപ്പ് വേണമെന്നുള്ളത് മാറേണ്ട ഒരു കാര്യമായിരുന്നു. അത് വളരെ നഷ്ടവുമായിരുന്നു. അങ്ങനെയാണ് പല ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന മൈക്രോ പ്രൊസസ്സർ നാം നിർമ്മിച്ചത്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിശ്ചിത ജോലികൾ ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഈ മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഓരോ മൈക്രോ പ്രൊസസ്സറിലും ദശലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും പോലുള്ള ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോജിക് സർക്യൂട്ട് എന്നാണ് പറയുക. ഈ ലോജിക് സർക്യൂട്ടുകളാണ് പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ മൈക്രോ പ്രൊസസ്സറിനെ പ്രാപ്തമാക്കുന്നത്. മൈക്രോ പ്രൊസസ്സറിൻ്റെ മെക്കാനിസം സങ്കീർണമാണെങ്കിലും ഇതിൻ്റെ വലുപ്പം എന്നത് നാണയത്തുട്ടിൻ്റെ അത്രയേ ഉള്ളൂ. ഇതാണ് കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണുകളുടെയും അടിസ്ഥാന ഘടകമായി നാം ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അത് വാക്കുകളിലായാലും അല്ലെങ്കിൽ അക്കത്തിലായാലും അവ സൂക്ഷിക്കുവാൻ വേണ്ടി മൈക്രോ പ്രൊസസ്സറുകൾ ഒന്നിലധികം ബിറ്റുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ബിറ്റ്? ബിറ്റ് എന്നത് ബൈനറി ഡിജിറ്റ് എന്നതിൻ്റെ ചുരുക്കവാക്കാണ്. അതായത് ബൈനറി നമ്പേഴ്സിൽ ബിറ്റ് എന്നത് ഒന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും അതിൻ്റെ മൂല്യം. അപ്പോൾ 2 ബിറ്റ് എന്ന് പറയുന്നതോ 1 അതോടൊപ്പം തന്നെ 0 എന്നതുപോലെയുള്ള 2 മൂല്യങ്ങൾ ചേർന്നതാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഫോണുകളിൽ മറ്റും നമ്മൾ സൂക്ഷിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എടുക്കുന്ന ആ ഒരു സ്റ്റോറേജ് സ്പേസ് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൈക്രോ പ്രൊസസ്സറുകളുടെ എഫിഷ്യൻസിയും അതോടെ തന്നെ ഈ ബിറ്റ് എന്നതും നമുക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. ആദ്യകാലത്ത് 4 ബിറ്റുകളും എന്നാൽ നിലവിൽ 64 ബിറ്റുകളും ഉള്ള മൈക്രോ പ്രൊസസ്സറുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ചുള്ള വീഡിയോ? കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, സ്റ്റേ ട്യൂൺ ഫ്രം എമിനൻസ്.